ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി തുമ്പൂർ മുഴിയിൽ കാട്ടാനാക്രമണത്തിൽ 3 വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ തടയുന്നതിനിടെ ജീവനക്കാരെ ആന ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കർക്കിടക വാവു ദിനത്തിൽ പിതൃതർപ്പണം നടത്തിയ ആയിരങ്ങൾ. പാമ്പാടി ഐവർ മഠത്തിലും ചാവക്കാട് പഞ്ചവടിയിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം. തേക്കിൻകാട് മൈതാനിയിൽ സ്വാതന്ത്ര്യദിന പരേഡിന്റെ പരിശീലനം അവസാന ഘട്ടത്തിൽ. വിപണിയിലും ത്രിവർണ്ണ തരംഗം. ഡോക്ടർ MP പരമേശ്വരന് സാംസ്കാരിക നഗരിയുടെ വിട. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. അന്തിമോപചാരം അർപ്പിച്ച് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രമുഖർ. പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഹർജി. തൃശൂർ സ്വദേശി ബിബിൻ ടി ആലപ്പാട്ടാണ് ഹർജി നൽകിയത്. ഇരുമപ്പെട്ടി കരിയന്നൂരിൽ സ്കൂട്ടറടിച്ച് 4 പേർക്ക് പരിക്ക്. വരാക്കര കപ്പേളയ്ക്ക് സമീപം കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. തൃപ്രയാർ സെന്ററിൽ. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി തുമ്പൂർ മുഴിയിൽ കാട്ടാനാക്രമണത്തിൽ 3 വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ തടയുന്ന ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നവരെയാണ് കൊമ്പനാന ഓടിച്ചത്. പരിക്കേറ്റ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 6:30 തുമ്പൂർ മുഴി 10:06 സംഭവം. എണ്ണപ്പന തോട്ടത്തിൽ നിന്നും എത്തിയ കൊമ്പൻ ഇവരുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. 100 മീറ്ററോളം ആന ഇവരെ ഓടിച്ചു. റോഡിനോട് ചേർന്നുള്ള കൊക്കയുടെ അരികിലെ ഇടുക്കിലേക്ക് ചാടിയാണ് മൂവരും രക്ഷപ്പെട്ടത്. ഇതിനിടെ റോഡിൽ വാഹനത്തിലെത്തിയ വിനോദസഞ്ചാരികൾ ബഹളം വെച്ച് ആനയെ പിന്തിരിപ്പിച്ചു. ഇതോടെ ആന എണ്ണപ്പനത്തോട്ടത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നുവെന്ന് ചാലക്കുടി DFO M വെങ്കടേശ്വരൻ പറഞ്ഞു. ഇന്ന് രാവിലെ 7 മണി സമയത്തിൽ ആന ശരിക്കും ജനവാസ മേഖലയിൽ കയറാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്റ്റാഫ് വന്നിട്ട് അവിടെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ചെയ്യുമ്പോൾ ആന അത് ശരിക്കും ചാർജ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഇടത്തിൽ ചാടി രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തിലുള്ള പരിക്കാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 സ്റ്റാഫുക്ക് മേജർ കുഴപ്പമില്ല. ഒരു സ്റ്റാഫുക്ക് കുറച്ച് ഇഷ്യൂ ഉണ്ട്. അത് ഫർദറായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്ത് സംസാരിച്ച് ഡയഗ്നോസ് ചെയ്തതിനു ശേഷമാണ് അറിയാൻ പറ്റുന്നത്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. എല്ലാ കേന്ദ്രങ്ങളിലും ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തിരുവല്ലോമല നിളാതീരത്ത് പിതൃമോക്ഷം തേടി ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. പഴയന്നൂർ പോലീസും വടക്കാഞ്ചേരി ഫയർഫോഴ്സും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി സുമേഷ് ശാന്തിയുടെ നേതൃത്വത്തിൽ 25ഓളം പരികർമ്മികൾ കാർമ്മികത്വം വഹിച്ചു. കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ 2 പന്തലുകളിലായി ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യമുണ്ടായിരുന്നു. കൂർക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിന് മേൽശാന്തി ദിലീപ് കുമാർ നേതൃത്വം നൽകി. 3 ഹാളിലാണ് ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നത്. ചെറുതുരുത്തി പങ്ങാവ് ശിവക്ഷേത്രത്തിൽ വാവുബലി ചടങ്ങുകൾക്ക് ആചാര്യന്മാരായ PR മണികണ്ഠൻ, KM അജിത് കുമാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പിതൃസായുജ്യ പൂജ, തിലഹോമം എന്നിവയും നടന്നു. ചാലക്കുടിപ്പുഴയുടെ കൂടപ്പുഴക്കടവിൽ ആയിരങ്ങൾ ബലിതർപ്പണം ചെയ്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ ഊട്ടുപുര പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു ചടങ്ങുകൾ. ആറാട്ടുപുഴ മന്ദാരം കടവിൽ കർക്കിടക വാവുബലി ചടങ്ങുകൾ ബുധനാഴ്ച പുലർച്ചെ 12:30 മുതൽ ആരംഭിച്ചു. സന്തോഷ് ഇളയത്, മാപ്രാണം സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവിന്റെ ഭാഗമായി പിതൃബലി തർപ്പണം നടന്നു. ആറാട്ടുകടവിൽ നടന്ന തർപ്പണ ചടങ്ങുകൾക്ക് നന്ദിക്കര നടുവത്തുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിനകത്ത് അഴകത്തുമനയ്ക്കൽ ഹരി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാതിലഹോമവും നടന്നു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങുകൾക്ക് കലേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കയ്പമംഗലം വഞ്ചിപ്പുര ഐരൂർ ചാപ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി ലിജേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി പ്രശോഭ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്തും ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പുതുക്കുളം കടവിലുമാണ് ബലിതർപ്പണം നടന്നത്. തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളത്തിനോട് ചേർന്ന് ബലിതർപ്പണം നടത്തി. പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അങ്കമാലി അജിത് ശാന്തി ആചാര്യസ്ഥാനം വഹിച്ചു. ക്ഷേത്രത്തിൽ നടന്ന തിലഹോമത്തിന് തന്ത്രി കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി. കോലഴി SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുമന്ദിരത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി. വിഷ്ണു ശാന്തി കാർമ്മികത്വം വഹിച്ചു. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ നൂറുകണക്കിന് ഭക്തർ പിതൃതർപ്പണം നടത്തി. ഗണപതി ഹോമം, തിലഹോമം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. കർമ്മി സുധീശാന്തി, മേൽശാന്തി കൈതക്കോട്ടുമന നാരായണൻ ഭട്ടത്തിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം ശ്രീ മണ്ണത്രക്കോവ് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് ക്ഷേത്രം ഊരാളൻ KK നടരാജൻ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി വിഷ്ണു നമ്പൂതിരി പൂജകൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഗണേശമംഗലം ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തി ഷിനോജ് കാർമ്മികത്വം വഹിച്ചു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടകവാവ് പിതൃതർപ്പണം നടത്തി. ലോഹിതാക്ഷ ശർമ്മ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃപ്രയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടന്നു. കോതവറമ്പ് പനങ്ങാട്ട് പ്രബീഷ്, SN പുരം കാതിക്കുളത്ത് കണ്ണൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശ്വകർമ്മ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടകവാവ് പിതൃതർപ്പണം തൃപ്രയാർ സരയൂ തീരത്ത് നടന്നു. രാമചന്ദ്രൻ ആചാരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ ബലിതർപ്പണം നടത്തി. കൊരട്ടിക്കര ശ്രീവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്തും പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ തിരുനാവായ ഗോകുൽ നാരായണൻ ഇളയതും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളോടെ ന്യൂസ് ഡെസ്ക് TCV. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം. സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയിലെ ഔദ്യോഗിക പതാക ഉയർത്തൽ ചടങ്ങിനും പരേഡിനുമായി തേക്കിൻകാട് മൈതാനി ഒരുങ്ങിക്കഴിഞ്ഞു. ആഗസ്റ്റ് 15 രാവിലെ മന്ത്രി OJ ജനീഷ് പതാക ഉയർത്തൽ നിർവഹിച്ച് വിവിധ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. സ്വാതന്ത്ര്യദിന പരേഡിനുള്ള വിവിധ സേനകളുടെ തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് സർവീസ് തുടങ്ങിയവയും NCC, സ്കൗട്ട്, ഗൈഡ്സ്, SPC, NSS, റെഡ് ക്രോസ് തുടങ്ങിയ സന്നദ്ധ സേനാംഗങ്ങളും സംയുക്തമായും അല്ലാതെയുമായി പരേഡിനുള്ള പരിശീലനങ്ങൾ തുടരുകയാണ്. അതേസമയം സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വർണ്ണപ്പകിട്ടാകാനുള്ള വൈവിധ്യമാർന്ന അലങ്കാര സാമഗ്രികളുമായി വിപണിയും സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, ഓഫീസുകൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ തുടങ്ങിയവയെല്ലാം സ്വാതന്ത്ര്യദിനാലങ്കാരത്തിന് വിപണിയിലെ റെഡിമെയ്ഡ് സാമഗ്രികളാണ് ഉപയോഗിക്കുന്നത്. വിവിധ വലുപ്പത്തിലുള്ള പതാകകൾ, മൂവർണ്ണക്കൊടികൾ, ത്രിവർണ്ണങ്ങളിലുള്ള അരങ്ങുകൾ, ബലൂണുകൾ, തൊപ്പികൾ, മാലകൾ, ഉടുപ്പുകൾ, കൊടിത്തോരണങ്ങൾ, അലങ്കാര ബോളുകൾ, പടക്കത്തോരണങ്ങൾ, ചെണ്ടുമല്ലി മാലകൾ, കൊടിക്കൂറകൾ, ഷാളുകൾ, പമ്പരങ്ങൾ തുടങ്ങിയവ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിപണിയും ഭാഗഭാക്കാകുന്നത്. TCV തൃശൂർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഡോക്ടർ MP പരമേശ്വരന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു. പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. കോട്ടപ്പുറത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPM PB അംഗം A വിജയരാഘവൻ, മുൻ മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, R ബിന്ദു, MLA മാരായ സേവർ ചിറ്റിലപ്പള്ളി, പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. കൃത്യമായ സാമൂഹിക അവബോധത്തോടുകൂടി ശാസ്ത്ര സമൂഹത്തെയും രാഷ്ട്രീയ സമൂഹത്തെയും രൂപപ്പെടുത്താൻ ഫലപ്രദമായ ഇടപെടൽ നടത്തിയ ദാർശനികനാണ് MP പരമേശ്വരനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അനുസ്മരിച്ചു. MP പരമേശ്വരൻ ശാസ്ത്രലോകത്ത് ഏറ്റവും ശ്രദ്ധേയനായ ആണവ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഒപ്പം തന്നെ നിലകൊള്ളുന്നതിനു വേണ്ടിയിട്ടാണ് അവസാന നിമിഷം വരെ തയ്യാറായിട്ടുള്ളത്. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ നേരിട്ട് കാണുകയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ വന്നപ്പോഴും അപ്പോഴും എനിക്ക് മനസ്സിലായ അതുതന്നെയാണ്. കൃത്യമായ സാമൂഹ്യ അവബോധത്തോടെ ശാസ്ത്ര സമൂഹത്തെ രൂപപ്പെടുത്താൻ, അതുവഴി രാഷ്ട്രീയ സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക ഉള്ളടക്കത്തോടെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി സാമൂഹ്യ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികനാണ്. ദാർശനികന്മാരിൽ വളരെ പ്രമുഖനാണ് ഡോക്ടർ MP പരമേശ്വരൻ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. UDF സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഹർജി. തൃശൂർ സ്വദേശിയായ ബസ് ഉടമ ബിബിൻ T ആലപ്പാട്ടാണ് ഹർജിക്കാരൻ.
KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയത് സ്വകാര്യ ബസ്സുകളുടെ മത്സരക്ഷമത ഇല്ലാതാക്കിയെന്നും KSRTCക്ക് മാത്രം നേട്ടം ലഭിക്കാൻ ഇടയാക്കിയെന്നുമാണ് പരാതി. വിപണിയിലെ തുല്യ മത്സര സാഹചര്യമെന്ന സാമാന്യ നീതിക്ക് വിരുദ്ധമാണ് സർക്കാർ പദ്ധതി. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതോടെ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് വൻതോതിൽ സ്ത്രീ യാത്രക്കാർ KSRTCയിലേക്ക് യാത്ര മാറ്റി. യാത്ര സൗജന്യമാണെന്ന ഏക കാരണത്താലാണ് KSRTCയിലേക്ക് മാറിയത്. തുടർന്ന് സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വൻ നഷ്ടമാണ് ഉണ്ടായതെന്നും ബസ് സർവീസ് നടത്തുക എന്നത് സാമ്പത്തികമായി ലാഭകരമല്ലാതായെന്നും ഹർജിയിൽ പറയുന്നു. ഇതിനകം 750 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർവീസുകൾ ഇല്ലാതാകുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടത്തിനിടയാക്കുന്നുവെന്നും ഓരോ ദിവസവും കൂടുതൽ സ്ത്രീ യാത്രക്കാർ ഒഴിഞ്ഞുപോകുന്നത് സ്വകാര്യ ബസ്സുകളുടെ സാമ്പത്തിക നഷ്ടം വർദ്ധിപ്പിക്കുന്നതായും ഹർജിയിൽ പറയുന്നു. ഹർജി കോമ്പറ്റീഷൻ കമ്മീഷൻ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. എരുമപ്പെട്ടി കരിയന്നൂർ പാടത്തിന് സമീപം സ്കൂട്ടറിടിച്ച് വഴിയരികിലെ മരം മുറിക്കുന്നതിന് ഗതാഗതം നിയന്ത്രിച്ചിരുന്ന അതിഥി തൊഴിലാളി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കൊൽക്കത്ത സ്വദേശിയായ സോമദാസ്, സ്കൂട്ടർ യാത്രക്കാരായ പാഴിയോട്ടുമുറി പുല്ലാഴിവളപ്പിൽ വീട്ടിൽ കൃഷ്ണദാസ്, പാഴിയോട്ടുമുറി കേളപ്പിലാക്കൽ വീട്ടിൽ അഫ്സൽ, ആദിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 4 പേരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായ പരിക്കേറ്റ ആദിലിനെ വിദഗ്ധ ചികിത്സയ്ക്ക് തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റി. തൃപ്രയാർ സെന്ററിൽ ബസ്സിടിച്ച് വയോധികന് ഗുരുതര പരിക്ക്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വന്ന അമിത വേഗതയിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരാക്കര കപ്പേളയ്ക്ക് സമീപം കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. വരാക്കര സ്വദേശി മാപ്രാണത്തുകാരൻ വീട്ടിൽ ജോൺസണാണ് പരിക്കേറ്റത്. ജോൺസന്റെ വീടിന് മുൻപിലായിരുന്നു അപകടം. ആമ്പല്ലൂരിൽ നിന്ന് വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് സ്കൂട്ടറിലടിച്ചത്. പരിക്കേറ്റ ജോൺസനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഓടുന്ന സ്കൂട്ടറിലേക്ക് തേങ്ങ വീണ് യാത്രക്കാരന് പരിക്കേറ്റു. ഗുരുവായൂർ കിഴക്കേ നടയിലെ വ്യാപാരിയും ഒരുമനിയൂർ സ്വദേശിയുമായ എടക്കളത്തൂർ സജിക്കാണ് പരിക്കേറ്റത്. ജ്യേഷ്ഠൻ സെബി ഓടിച്ചിരുന്ന സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. പരിക്കേറ്റ സജിയെ ഗുരുവായൂർ ദേവസ്വം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ലോക ആന ദിനം. ഓരോ വർഷവും നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഗജദിനവും കടന്നുവരുന്നത്. അതേസമയം ജനവാസ മേഖലകളിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് നിത്യസംഭവമായി മാറി. ആനകളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ലോക ആന ദിനമായി ആചരിക്കുന്നത്. 2012 തുടക്കം. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സംരക്ഷണ ദിനങ്ങളിലൊന്നാണ് ആനദിനം. കാട്ടാനകളുടെയും വളർത്താനകളുടെയും സംരക്ഷണം, ആവാസ വ്യവസ്ഥയുടെ പരിപാലനം, മനുഷ്യനും ആനയും തമ്മിലുള്ള സഹവർത്തിത്വം എന്നിവയെല്ലാം ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. പരിസ്ഥിതിയുടെ ശില്പിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ആനകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. വനത്തിനുള്ളിൽ പുതിയ ജലാശയങ്ങൾ രൂപപ്പെടുത്തുക, വിത്തുകൾ ദൂരസ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക, അതുവഴി സസ്യവളർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്നിവയിൽ ആനകൾ നിർണായക പങ്ക് വഹിക്കുന്നു. ആനകളെ സംരക്ഷിക്കുന്നതിനായി പ്രോജക്ട് എലിഫന്റ്, എലിഫന്റ് റിസർവ്സ്, എലിഫന്റ് കോറിഡോർസ് തുടങ്ങി നിരവധി പദ്ധതികൾ രാജ്യത്ത് നിലവിലുണ്ട്. കേരളത്തിൽ വയനാട്, സൈലന്റ് വാലി, നിലമ്പൂർ, പറമ്പിക്കുളം, അഗസ്ത്യമല തുടങ്ങിയ വനപ്രദേശങ്ങളാണ് കാട്ടാനകളുടെ പ്രധാന ആവാസ വ്യവസ്ഥകൾ. എന്നാൽ ജനവാസ മേഖലകളിലേക്ക് കൂടുതലായി കാട്ടാനകളെത്തി കൃഷിക്കും മനുഷ്യജീവനും വെല്ലുവിളി ഉയർത്തുകയാണ്. അതേസമയം നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നു. 10 വർഷത്തിനിടെ നാട്ടാനകളുടെ എണ്ണം പകുതിയായി കുറഞ്ഞു. 2010 702 നാട്ടാനകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2026 മാർച്ചിലെ കണക്ക് പ്രകാരം 368 ആനകളാണ് കേരളത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ നാട്ടാനകളുള്ളത് ആനപ്രേമികളുടെ സ്വന്തം ജില്ലയായ തൃശൂരിലാണ്. 90 നാട്ടാനകളാണ് ജില്ലയിലുള്ളത്. ലക്ഷണമൊത്ത നാട്ടാനകളുടെ കുറവ് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവ നടത്തിപ്പുകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കുട്ടൻകുളങ്ങര പുലിക്കളി സംഘത്തിന്റെ ബ്രോഷർ പ്രകാശനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. പുലിക്കളി സംഘങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന 50,000 രൂപയുടെ ധനസഹായം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MLA പറഞ്ഞു. തൃശൂർ YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ കുട്ടൻകുളങ്ങര പുലിക്കളി സംഘം രക്ഷാധികാരി P ശശിധരൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ YMCA പ്രസിഡന്റ് ജോജു മഞ്ഞില, സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശ്ശൂരിന്റെ കേരളത്തിന്റെ തനതായ ഒരു കളിയാണ് പുലിക്കളി. എവിടെയും വീടും ചോദിക്കും. അപ്പോൾ പറയുന്നത് തൃശ്ശൂരത്. അപ്പൊ ഞങ്ങൾ ചോദിക്കും കൊണ്ടുപോകുന്നത് സഹായം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ
നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. ഭിന്നതകൾ മാറ്റിവെച്ച് സമൂഹം ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പന്നിത്തടത്ത് സമസ്ത തൃശൂർ ജില്ലാ മദ്ഹൂർ റസൂൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമസ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷനായി. കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം ബാക്കവി, ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമി ഏലംകുളം, SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി, ബഷീർ ഫൈസി ദേശമംഗലം, CK കുഞ്ഞിത്തങ്ങൾ, V മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഫറൻസ് മികച്ച രീതിയിൽ സംഘടിപ്പിച്ച മരത്തങ്കോട് റേഞ്ചിനെയും പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയെയും ചടങ്ങിൽ ആദരിച്ചു. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി 6.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണവും പണവും തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശിനി കൊള്ളിപ്പറമ്പിൽ വീട്ടിൽ സുജാത, പാപ്പിനിവട്ടം സ്വദേശിനി നടവരമ്പത്ത് വീട്ടിൽ റോജ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മണലൂർ പുത്തൻകുളം സ്വദേശി വല്ലത്തുപറമ്പിൽ വീട്ടിൽ സ്വർണ്ണലതയാണ് തട്ടിപ്പിനിരയായത്. അന്തിക്കാട് SHO കേഴ്സൺ, SI മാരായ ഹാഷിഷ്, റിജി, ഋഷിപ്രസാദ്, CPOമാരായ രേഷ്മ, കിരൺ, ശ്രീജിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഓട്ടുപാറ ഡെലീസ ബാറിന് സമീപം യുവാവിന് കുത്തേറ്റ സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവം നടന്ന സ്ഥലത്ത് പോലീസും വിദഗ്ധരുമെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ഞായറാഴ്ച രാത്രിയായിരുന്നു യുവാവിന് കുത്തേറ്റത്. ബാറിലുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ സമീപത്തെ കടയിൽ നിൽക്കുകയായിരുന്ന തെക്കുമുറി വീട്ടിൽ സൂരജിന് നേരെ ആക്രമണമുണ്ടാവുകയായിരുന്നു. പരിക്കേറ്റ സൂരജ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആൾമറ ഇല്ലാത്ത കിണറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന മേച്ചേരി വീട്ടിൽ നാരായണന്റെ ഭാര്യ 65 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പ്രളയം ബാധിച്ച കോട്ടയം പൊൻകുന്നം പ്രദേശത്തേക്ക് സഹായവുമായി BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ വാഹനം പുറപ്പെട്ടു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വസ്ത്രങ്ങൾ, അരി, പലചരക്ക് സാധനങ്ങൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ, ശുചീകരണ സാമഗ്രികൾ തുടങ്ങിയവയാണ് അയച്ചത്. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ റോയ് ചാക്കോ സാധനങ്ങൾ ഏറ്റുവാങ്ങി. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, MN സുനീഷ്, അരുൺ ഗഗനൻ, TD പ്രനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമായി ഗുണഭോക്താവിനോട് വാഹനം ഏർപ്പാടാക്കാൻ ആവശ്യപ്പെടുന്നത് കുറ്റകരമാണെന്ന് രേഖപ്പെടുത്തിയ ബോർഡ് എല്ലാ പഞ്ചായത്തുകളിലും 1 മാസത്തിനകം സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് കമ്മീഷൻ അംഗം V ഗീത നിർദ്ദേശം നൽകിയത്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമായി വാഹനം ഏർപ്പാടാക്കാൻ ആവശ്യപ്പെടുന്നത് കാരണം പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടാണെന്ന് ആരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. കടവല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി വികസന മുരടിപ്പിനും സാമ്പത്തിക തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച് BJP പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി അഭിലാഷ് കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ അനിൽകുമാർ, സുധീഷ് പള്ളിക്കുളം, പ്രതീഷ് കരിക്കാട്, വിശാഖ് കടവല്ലൂർ, CA വേലായുധൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി നടന്ന രക്തദാന ക്യാമ്പ് KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PP സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റുമായ MP സജീവ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവൻ വാഗ, കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. 79 തവണ രക്തം ദാനം ചെയ്ത ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി മേജർ PJ സ്റ്റൈജുവിനെ ചടങ്ങിൽ ആദരിച്ചു. മാധ്യമപ്രവർത്തകരായിരുന്ന ബാബു മലയിലിന്റെയും ഗോപാലിന്റെയും നിര്യാണത്തിൽ ഒല്ലൂർ മാധ്യമപ്രവർത്തക കൂട്ടായ്മ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഒല്ലൂർ വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ CA പ്രേമചന്ദ്രൻ, AA ജോസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. K രാജൻ MLA, കോർപ്പറേഷൻ കൗൺസിലർ പോളി ജോസ്, DCC സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, KS സന്തോഷ്, ജെറീഷ് പെരിഞ്ചേരി, ഫെബിൻ K ഫ്രാൻസിസ്, സുനീഷ് ജോൺസൺ, ഷാജി റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളം നഗരസഭ നൽകിയ സ്ഥലത്ത് താമസിക്കുന്ന 9 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കാനായി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ മൂലം നഗരസഭയിലെ ആർത്താറ്റ് പ്രദേശത്ത് H1N1 പനി പടർന്നു പിടിക്കുന്നതായി കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. പനി പടർന്നു പിടിക്കാതിരിക്കാൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. കിംസ് ആര്യഭട്ട കോളേജും ഗുരുവായൂർ പോലീസും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ ബോധവൽക്കരണ കാരവൻ 5 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പര്യടനം നടത്തി. പര്യടനം ഗുരുവായൂർ ACP M സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കിംസ് ആര്യഭട്ട കോളേജ് പ്രിൻസിപ്പൽ KN റാണിക്കുട്ടി, അക്കാദമിക് കോർഡിനേറ്റർ റോണി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മനപ്പടി സെന്ററിൽ കുടുംബത്തിന് നേരെ അസഭ്യവർഷം നടത്തിയതായി മുൻ പഞ്ചായത്ത് അംഗത്തിനെതിരെ പരാതി. കടങ്ങോട് പഞ്ചായത്ത് മുൻ അംഗം പ്രസാദിനെതിരെയാണ് പട്ടിക്കര സ്വദേശി വടശ്ശേരി വീട്ടിൽ ഹിളർ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയത്. കുടുംബത്തിന് നേരെ അസഭ്യവർഷം നടത്തിയ മുൻ ജനപ്രതിനിധിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ ലഭ്യമാക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഹിളർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D യോഗം മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K. വാര്യർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയിൽ നിന്ന് ചെയർ 14 ഗ്രോത്ത് അവാർഡിന് അർഹനായ പടവരാട് ഷാജു മങ്കുഴിയെ യോഗത്തിൽ ആദരിച്ചു. അക്കിക്കാവ് പന്നിത്തടം ബൈപ്പാസിന് സമീപത്തെ കെട്ടിട നിർമ്മാണ സ്ഥലത്ത് നിന്ന് ലക്ഷങ്ങളുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായി. പെരുമ്പാവൂർ മരമ്പള്ളി സ്വദേശിയായ ശ്രീകുട്ടനാണ് പോലീസിന്റെ പിടിയിലായത്. ജൂലൈ 30, 31 തീയതികളിലായിരുന്നു മോഷണം നടന്നത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ ശരത് സോമൻ, K. ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,195 രൂപ, പവന് 1,13,560 രൂപ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ കാട്ടാൻ ആക്രമണത്തിൽ 3 വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ തടയുന്നതിനിടെ ജീവനക്കാരെ ആന ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കർക്കിടക വാവു ദിനത്തിൽ പിതൃതർപ്പണം നടത്തിയ ആയിരങ്ങൾ. പാമ്പാടി ഐവർ മഠത്തിലും ചാവക്കാട് പഞ്ചവടിയിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം. തേക്കിൻകാട് മൈതാനിയിൽ സ്വാതന്ത്ര്യദിന പരേഡിന്റെ പരിശീലനം അവസാന ഘട്ടത്തിൽ. വിപണിയിലും ത്രിവർണ്ണ തരംഗം. ഡോക്ടർ MP പരമേശ്വരന് സാംസ്കാരിക നഗരിയുടെ വിട. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. അന്തിമോപചാരം അർപ്പിച്ച് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ. പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഹർജി. തൃശൂർ സ്വദേശി ബിബിൻ T. ആലപ്പാട്ടാണ് ഹർജി നൽകിയത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ സ്കൂട്ടറിടിച്ച് 4 പേർക്ക് പരിക്ക്. വരാക്കര കപ്പേളയ്ക്ക് സമീപം കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. തൃപ്രയാർ സെന്ററിൽ ബസ്സിടിച്ച വയോധികന് ഗുരുതര പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം,